എറിഞ്ഞുടക്കും ഏറ്റവും ആദരണീയനായ KSMയുടെ പ്രസിഡന്റ് MP റഹീം ഖാൻ, വേദിയിലും സദസ്സിലുള്ള KSMയുടെ ഭാരവാഹികൾ, ശാസ്ത്രീയ കോളേജിലെ അധ്യാപകർ, എല്ലാം നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മൾ ഒരുപാട് തവണ യൂണിവേഴ്സിറ്റിയോട് പലതവണ നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിരന്തരമായി പറഞ്ഞിട്ടും തീരുമാനം എടുത്തു എന്ന് പറഞ്ഞാലും തീരുമാനം നടപ്പിലാവില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇങ്ങനൊരു ധർണയിലേക്ക് കിടക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നിവിടെ പങ്കെടുത്ത എല്ലാവരും ആദ്യമായിട്ട് ഞാൻ അഭിനന്ദിക്കുകയാണ്. ഒരു ക്ലാപ്പൊക്കെ കൊടുക്കതേ ഇതൊക്കെ എല്ലാവർക്കും വേണ്ടി. കാരണം ഒന്നിച്ച് നിന്നാലേ നടക്കുള്ളൂ. സ്റ്റാഫ് പ്രൊഫൈൽ കളഞ്ഞു വെക്കുക, അഫിലിയേഷൻ കൊടുക്കാതിരിക്കുക, വിദ്യാർത്ഥികൾക്ക് ഭീമമായ ഫൈൻ ഈടാക്കുക, എക്സാം സെന്ററൊക്കെ റിമൂവ് ചെയ്യുക, ഇങ്ങനെ എന്തൊക്കെ ചെയ്യാൻ തോന്നുന്നു അവർക്ക് തോന്നുന്ന രീതിയിൽ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ. അപ്പോൾ ആ സാഹചര്യത്തിൽ നിന്ന് മാറണമെങ്കിൽ ഇത് നമ്മൾ ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ നടക്കുള്ളൂ. ഇനി ഒറ്റക്കൊറ്റക്ക് നിന്നാൽ ഒന്നും നടക്കില്ല. എല്ലാം ഈ ഒറ്റ ശക്തിയായിട്ട് നിൽക്കുകയാണെങ്കിൽ എല്ലാം നേടും. എന്നിവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇന്നത്തെ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് MP റഹീം ഖാനാണ്. റഹീംക്ക് ഞാൻ മൈക്ക് കഴിയും. പ്രിയപ്പെട്ട നമ്മുടെ സ്വാശ്രയ കോളേജ് മേഖലയിലെ ജീവനക്കാർ, നല്ലവരായ യൂണിവേഴ്സിറ്റി ജീവനക്കാർ, മാനേജ്മെന്റ് പ്രതിനിധികൾ, പ്രിൻസിപ്പൽമാർ, പ്രിയപ്പെട്ട ബാലകൃഷ്ണൻ പേരി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ, നല്ലവരായ സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, സ്വാശ്രയ കോളേജ് ആരംഭിച്ച് 10-30 വർഷത്തോളം കഴിഞ്ഞിരിക്കുകയാണ്. ഇതുപോലെയുള്ള ഒരു സമരമുറ നമ്മൾ ആദ്യമായി നടപ്പിലാക്കുകയാണ്. നടപ്പിലാക്കാനുണ്ടായ പ്രത്യേകമായ പരിസ്ഥിതി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഏറ്റവും അവസാനം വരെ സമാധാനത്തിന്റെ നെല്ലിപ്പടി എന്നൊക്കെ മലയാള ഭാഷയിൽ പറയുന്നുണ്ട്. അതുവരെ നമ്മൾ ക്ഷമിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടെ സൂചിപ്പിക്കാനുള്ളത് ഈ സമരം ഒരു സൂചന മാത്രമാണ്. നേരത്തെ നമ്മൾ മാനേജർമാർ മാത്രമാണ് സമരം ചെയ്തത്. ഇപ്പം ജീവനക്കാരെയും കൂടി ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ സമരത്തിന്റെ മുഖത്തേക്ക് വന്നിരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ചോ, ഈ സ്വാശ്രയ കോളേജിൽ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളെയും അണിനിരത്തി യൂണിവേഴ്സിറ്റിയെ സ്തംഭിപ്പിക്കാനുള്ള മാർഗങ്ങൾ ഞങ്ങൾക്ക് നല്ല പോലെ അറിയാമെന്ന് ഇവിടുത്തെ അധികാരികൾ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിലിരിക്കുന്ന ആരായിരുന്നാലും, അത് വൈസ് ചാൻസലർ ആവട്ടെ, രജിസ്ട്രാർ ആവട്ടെ, സിൻഡിക്കേറ്റ് അംഗങ്ങളാവട്ടെ, ജീവനക്കാരാവട്ടെ, അവർ ഓർത്ത് കളിക്കുക. ഈ കളി തീക്കളിയാണ്. സ്വാശ്രയ കോളേജ് മേഖലയോടുള്ള നിങ്ങളുടെ ഈ കടന്നു കയറ്റം അത് അവസാനിപ്പിക്കാത്ത പക്ഷം യൂണിവേഴ്സിറ്റിയുടെ കവാടത്തിൽ നിങ്ങളെ കയറാതിരിക്കാനുള്ള മാർഗങ്ങൾ ഞങ്ങൾ ആലോചിക്കുന്നത് മാത്രം സൂചിപ്പിക്കുക. നിങ്ങൾ ആലോചിക്കണം, 108ഓളം വരുന്ന കോളേജുകളിൽ നിങ്ങൾ ആകെയുള്ളത് അല്ലെങ്കിൽ എയ്ഡഡ് ഗവൺമെന്റ് കോളേജ് എന്ന് പറയുന്നത് 10-25 താഴെ മാത്രമാണ്. ഇവിടെ 86ഓളം വരുന്ന സ്വാശ്രയ കോളേജുകളാണ് ഈ യൂണിവേഴ്സിറ്റിയുടെ മുതൽ എന്ന് നിങ്ങൾ സൂചിപ്പിക്കണം. നിങ്ങൾ അറിയണം, ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ 90% വിദ്യാർത്ഥികളും സ്വാശ്രയ മേഖലയിലാണ് പഠിക്കുന്നത്. ആ പഠിക്കുന്നവരെ പഠിപ്പിക്കുന്നവരാണ്, അവർക്ക് വേണ്ടുന്ന സേവനം ചെയ്യുന്നവരാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ പാവങ്ങളായ അല്ലെങ്കിൽ നിഷ്കളങ്കരായ, നിസ്വാർത്ഥരായ, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഈ ജീവനക്കാർ. അതോടൊപ്പം തന്നെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള മാനേജർമാർ. അവർ പരമാവധി ശ്രമിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, അഫിലിയേഷൻ എന്ന് പറയുന്ന സംവിധാനം അത് നിങ്ങളുടെ തറവാട്ട് സ്വത്തല്ല. അതാരെങ്കിലും പിടിച്ചു വെക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അത് അനുവദിക്കുന്ന പ്രശ്നമേ ഞങ്ങൾക്കില്ല. ഞങ്ങൾ 2002 മുതൽ ആരംഭിച്ച കോളേജുകളാണ്. ഞങ്ങൾ ഗവൺമെന്റുമായി ഒരു നിയമമുണ്ടാക്കിയിട്ടുണ്ട്. ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള അത് തടയാൻ ഒരു ശക്തിക്കും ഇവിടെ കഴിയില്ല. നിങ്ങൾ മനസ്സിലാക്കണം, വൈസ് ചാൻസലർമാർ മാറി മാറി വരും. എത്രയോ കസേരകളിൽ വൈസ് ചാൻസലർമാർ ഇവിടെ ഇരുന്നിട്ടുണ്ട്. പക്ഷേ അവരാരും ഇത്രമാത്രം ധിക്കാരപരമായ സമീപനം, ഞങ്ങളുടെ ഇവിടുത്തെ അഫിലിയേഷൻ റദ്ദാക്കുന്ന ഒരു സമീപനം ഇവിടെ ഉണ്ടായിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അഫിലിയേഷൻ 2009 ഇപ്പം May 21 കട്ട് ഓഫ് ഡേറ്റ് വെച്ചുകൊണ്ട് ഞങ്ങളെ ഒക്കെ ഫീസ് അടക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ വൈസ് ചാൻസലർ കത്തയച്ചു. 21 കത്തയച്ചു.
21-ാം തീയതി പൈസ അടക്കാത്തവരെല്ലാം തന്നെ റെഡ് ഇട്ടുകൊണ്ട് ക്യാപ് അലോട്ട്മെന്റ് എന്നും റെഡ് അലോട്ട്മെന്റ് എന്നും പുറത്താക്കി കഴിഞ്ഞു. എന്നിട്ട് എത്രയോ ബുദ്ധിമുട്ടി NOC കിട്ടിയിട്ടില്ല. എന്നിട്ട് പല കോളേജുകൾക്കും അഡ്മിഷൻ എടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, മെയ് 21 കഴിഞ്ഞില്ലേ? മെയ് 21 കഴിഞ്ഞിട്ട് ജൂൺ മാസം അഫിലിയേഷൻ തരാമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇത്രയും നാൾ എന്തായിരുന്നു ചെയ്തത്? നിങ്ങൾ എന്താണ് ചെയ്തത്? ഞങ്ങൾക്കറിയണം. ഇപ്പോ ഫെബ്രുവരി മാസമായി. നിങ്ങൾ ആലോചിക്കണം, ഇവിടെ ഒരു നിയമമുണ്ട്. ഇവിടെ നിന്ന് ഇപ്പം അഫിലിയേഷൻ കിട്ടിയാൽ 25, 26 അഫിലിയേഷൻ കിട്ടിക്കഴിഞ്ഞാൽ 25, 26 അഫിലിയേഷൻ കിട്ടിയാൽ 26, 27 NOC ഗവൺമെന്റ് അടുത്തുനിന്ന് വാങ്ങണം. നിയമസഭ നടക്കുമ്പോ സെക്രട്ടറിയിൽ ജീവനക്കാർക്കറിയാം, സെക്രട്ടറിയിൽ പോകുന്നവർക്കറിയാം. ഈ നിയമസഭ നടക്കുമ്പോൾ NOC നൽകില്ല, ഒന്നും നൽകില്ല, ഒരു ഗവൺമെന്റ് ഓർഡർ നൽകില്ല. ഇന്ന് ഈ കൊല്ലത്ത് വേറൊരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത, നിയമസഭ കഴിഞ്ഞാൽ ഉടൻ തന്നെ നിയമസഭ നടക്കുകയാണ്, നിയമസഭ ഇലക്ഷൻ നടക്കുകയാണ്. ഇലക്ഷൻ കമ്മീഷന്റെ ബാൻ കൂടി വരാൻ ഇവിടെ പോവുകയാണ്. ആ ബാൻ വന്നാൽ അടുത്ത വർഷത്തെ ഞങ്ങളുടെ NOC ലഭിക്കാതെ വരും. അങ്ങനെ NOC ലഭിക്കാതെ വന്നാൽ വൈസ് ചാൻസലർ മനസ്സിലാക്കണം, നിങ്ങൾ മാത്രം ബുദ്ധിയുള്ളവരാണ്, ഞങ്ങളുടെ ബുദ്ധി ഇല്ലാത്തവരാണെന്ന് മനസ്സിലാക്കണ്ട. അങ്ങനെ വരുമ്പോ അടുത്ത അധ്യയന വർഷത്തെ ക്യാപ് അലോട്ട്മെന്റ് എന്നും എല്ലാ സ്വാശ്രയ കോളേജുകളും പുറത്താവും. അങ്ങനെ നിങ്ങൾ ധിക്കരിച്ചുകൊണ്ട് അങ്ങനെ ഒരു ഹിഡൻ അജണ്ടയുമായി മുന്നോട്ട് പോയാൽ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളെക്കാളും വലിയ ആളെ കണ്ടിട്ടാ ഞങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നത്. നിങ്ങളെക്കാളും ബുദ്ധി വരൂ ഞങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട വൈസ് ചാൻസലറോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ആഴ്ചയിൽ ഒരിക്കൽ വരുന്നത് അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. അത് ഞങ്ങൾ പറയുന്നില്ല. താൽക്കാലികമായ VC എന്ന നിലയിൽ വന്ദേ ഭാരതത്തിൽ തിരിച്ചുപോയി 10,000-കണക്കിന് ജനവിഭാഗത്തിന്റെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ കോളേജുകളുടെ ഒക്കെ ഫയലുകൾ കെട്ടിക്കിടന്ന് നോക്കാൻ വേണ്ടി കഴിയാത്തൊരു സ്ഥിതിവിശേഷം ഉണ്ട് നിങ്ങൾക്കറിയാം. പക്ഷേ ഞങ്ങളുടെ അഫിലിയേഷൻ തടയാൻ നിങ്ങൾക്ക് അവകാശമില്ല. അതുകൊണ്ട് അഫിലിയേഷൻ ഉടൻ തന്നെ നൽകണം. ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇവിടെ സ്റ്റാഫ് പ്രൊഫൈൽ അംഗീകരിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. സ്റ്റാഫ് പ്രൊഫൈൽ 24, 25, 26 അംഗീകരിച്ചിട്ടില്ല. ഞങ്ങളുമായി സംസാരിച്ചു, VCയും രജിസ്ട്രാറും ഒക്കെ സംസാരിച്ചു, മാനേജ്മെന്റിന്റെ പ്രതിനിധികളെ വിളിച്ചു, പ്രിൻസിപ്പൽമാരുടെ യോഗം വിളിച്ചു. എല്ലാത്തിനും ഉപരി ഞാൻ ഉൾക്കൊള്ളുന്ന മോണിറ്ററിംഗ് കമ്മിറ്റിയുണ്ട്, സെനറ്റ് മെമ്പർ എന്ന നിലയിൽ. ആ മോണിറ്ററിംഗ് കമ്മിറ്റി സിൻഡിക്കേറ്റ് മെമ്പർമാരും രജിസ്ട്രാറും കൂടി ഉൾപ്പെടുന്ന മോണിറ്ററിംഗ് കമ്മിറ്റി കൂടി വിളിച്ചു. 2018 മുമ്പ് നിയമിച്ചവരെ നിങ്ങൾ നിയമനം അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. 2018 ശേഷമുള്ളവരെയൊക്കെ ഈ സ്റ്റാഫ് പ്രൊഫൈൽ അംഗീകരിക്കുമ്പോൾ 25% നെറ്റുള്ളവരെ നിങ്ങൾ അംഗീകരിക്കുക. അങ്ങനെ അംഗീകരിച്ച തീരുമാനത്തിൽ ഞാൻ ഉൾപ്പെടെ ഒപ്പിട്ട് വൈസ് ചാൻസലറുടെ മേശപ്പുറത്ത് വെച്ചിട്ട് 2 മാസത്തോളമായി. യാതൊരുവിധ നടപടിയും ഒക്കെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ അറിവോടുകൂടി, രജിസ്ട്രാറുടെ സമ്മതത്തോടുകൂടി, സിറ്റിംഗ് അംഗങ്ങളുടെ സമ്മതത്തോടുകൂടി, ഞാൻ ഉൾപ്പെടെയുള്ള സെനറ്റ് മെമ്പർമാരുടെ സമ്മതത്തോടുകൂടി ഇങ്ങനെ ഒരു തീരുമാനമെടുത്തപ്പോ ആ തീരുമാനം നടപ്പിലാക്കാൻ ബാധ്യതയുള്ളവരാണ് ഇവിടുത്തെ വൈസ് ചാൻസലറും രജിസ്ട്രാറും എന്ന്. എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയാൽ അപ്പൊ സ്റ്റാഫ് പ്രൊഫൈല് നിർബന്ധമായും അംഗീകരിച്ചാൽ, ഞാൻ ചോദിക്കുന്നത്, നിങ്ങളൊക്കെ പരീക്ഷ ഡ്യൂട്ടിക്ക് പോകുന്നവരല്ലേ? ഏതെങ്കിലും ഒരു കുട്ടി നിങ്ങൾ എന്റെ ഒരു തോറ്റ ഒരു കുട്ടി വാല്യൂ ചെയ്ത നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പരാതി കൊടുത്താൽ, നിങ്ങൾ ഒരു തോറ്റ കുട്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുട്ടി നിങ്ങൾക്കെതിരെ എന്റെ വാല്യൂ ചെയ്തിരിക്കുന്ന അധ്യാപകൻ ഈ യൂണിവേഴ്സിറ്റിയുടെ ജീവനക്കാരിയല്ല എന്ന് പറഞ്ഞൊരു പരാതി കോടതിയിലേക്ക് കൊടുത്താൽ നിങ്ങളെല്ലാം ജയിലിൽ പോവേണ്ടി വരില്ലേ? നിങ്ങളെല്ലാം കോടതി കയറേണ്ടി വരില്ലേ? പരീക്ഷാ കമ്മീഷണർ കോടതി കയറേണ്ടി വരില്ലേ? പരീക്ഷാ കൺട്രോളർ കോടതി കയറേണ്ടി വരില്ലേ? രജിസ്ട്രാർ കോടതി കയറേണ്ടി വരില്ലേ? സ്റ്റാഫ് പ്രൊഫൈൽ ഇല്ലാത്തവരെ എങ്ങനെയാണ് നിങ്ങൾ പരീക്ഷാ ഡ്യൂട്ടിക്ക് നിർവഹിക്കുന്നത്? പരീക്ഷാ ഡ്യൂട്ടിക്ക് നിങ്ങൾക്ക് എന്ത് അധികാരമാണ്? ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പരീക്ഷാ കൺട്രോളർ മറുപടി പറയണം. ഞാൻ ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. പരീക്ഷാ കൺട്രോളർ മറുപടി പറയേണ്ടതാണ്. സ്റ്റാഫ് പ്രൊഫൈൽ അംഗീകരിക്കാത്ത, യൂണിവേഴ്സിറ്റി ജീവനക്കാരല്ലാത്ത നിങ്ങളെ എങ്ങനെയാണ് ഈ പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആൻസർ ഷീറ്റ് പരിശോധിക്കുക? നിയമപരമായിട്ട് തെറ്റാണ്. പക്ഷെ അത് മനസ്സിലാക്കാനുള്ള വിവേകം ഇവിടെ ഇരിക്കുന്നവർക്കില്ല. അവർ KC റൂമിൽ നിന്ന് EC ചെയറിൽ നിങ്ങൾ കറങ്ങാനേ അറിയൂ. അങ്ങനെയുള്ള വിശേഷം. അതുപോലെ തന്നെ മാത് പ്രാക്ടീസിന്റെ വിഷയം, ഫയലുകളാണ് കുട്ടികളുടെ പേരിൽ ധാരാളമായി. 11,000, 12,000 സാരമില്ല, അത് വിഷയമല്ല. 4 സെമസ്റ്റർ വരെ റാങ്ക് നേടുന്ന കുട്ടികൾ, എല്ലാ പരീക്ഷയും പാസ്സായ കുട്ടികൾ,
ഏതോ ഒരു സുപ്രഭാതത്തിൽ അവർ അറിയാത്ത അവർ കോപ്പി അടിച്ച് എന്ന് പറയുന്ന സംവിധാനമില്ല, ആരും റിപ്പോർട്ട് കൊടുത്തിട്ടില്ല, കോളേജുകളൊന്നും കൊടുത്തിട്ടില്ല, അതോടൊപ്പം തന്നെ അവിടുത്തെ അധ്യാപകൻ എന്ന നിലയിൽ അധ്യാപകന്മാർ കൊടുത്തിട്ടില്ല, ഈ വാല്യൂ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ പരീക്ഷാ ഹാളിലേക്ക് പോകുന്ന അധ്യാപകന്മാർ കൊടുത്തിട്ടില്ല, പ്രിൻസിപ്പൽ കൊടുത്തിട്ടില്ല, സൂപ്രണ്ട് കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഇവരുടെ ഒരു സ്ക്വാഡ് ഉണ്ട്, അത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വരും, അവരും കൊടുത്തിട്ടില്ല. CCTV ഉണ്ട്, അതുമില്ല. പിന്നെ എങ്ങനെയാ ഇവർ വാല്യുവേഷൻ ക്യാമ്പിൽ നിന്ന് കോപ്പി അടിച്ച് എന്ന് പറഞ്ഞുകൊണ്ട് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ അവർ നോക്കി എഴുതി എന്ന കാരണം പറഞ്ഞുകൊണ്ട് അവർ എല്ലാം തന്നെ മാൽ പ്രാക്ടീസിന് വിധേയമാക്കിയിരിക്കുകയാണ്. എന്നിട്ടോ ഇവിടെ ഇൻസ്പെക്ഷൻ വിളിക്കും, അല്ലെങ്കിൽ എൻക്വയറിക്ക് വിളിക്കും. അവർ പറയും ഞങ്ങളല്ല എന്ന് പറഞ്ഞാൽ ഭീഷണിയാണ്. എയ്ഡഡ് കോളേജിലും ഗവൺമെന്റ് കോളേജിലും എൻക്വയറി നടത്തുന്ന അധ്യാപകന്മാർ സ്വാശ്രയ കോളേജിലെ വിദ്യാർത്ഥികളെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയാണ്. എന്നിട്ട് എന്താ പറയാ, നിങ്ങളെ റിസൾട്ട് നാളെ തന്നെ തരാം, അതുകൊണ്ട് നിങ്ങൾ സമ്മതിക്കണം. പാവങ്ങൾ, നിഷ്കളങ്കരായ നിസ്വാർത്ഥന്മാർ അവർ ഒപ്പിട്ട് കൊടുക്കും. എന്നിട്ട് അവര് ഞങ്ങൾ അതില്ല എന്ന് പറഞ്ഞ് കരഞ്ഞു പോകുന്ന സ്ഥിതിവിശേഷം ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി അകത്തളങ്ങളിൽ കഴിഞ്ഞ 30 വർഷക്കാലമായി ഇതിന്റെ ഓരോ മണ്ണിനെ കുറിച്ച് നല്ല പോലെ അറിയുന്ന ഒരാളാണ് ഞാൻ. ഇതിന്റെ മണ്ണും ഇതിന്റെ ജീവനക്കാരും ഇതിന്റെ കെട്ടിടത്തെ കുറിച്ചും നന്നായി അറിയുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഞാൻ ഒരുപാട് കണ്ടിട്ട് ഞാൻ അവരോട് പറഞ്ഞു, ഇത് തോന്നിവാസമല്ലേ, പോട്ടെ 14,000 രൂപ ഫൈൻ അടച്ചു, പോട്ടെ വിട്ടേക്കാം. എന്നിട്ട് എന്താ ചെയ്യുന്നത്, പിന്നെ അവർക്ക് പിന്നെ വരുന്നത് 2 കൊല്ലത്തേക്ക് ഡിബാറാണ്. അവർ പരീക്ഷ നമ്മൾ പാടില്ല. അത് കഴിഞ്ഞിട്ടോ, അത് മാത്രമല്ല ഇവരുടെ എല്ലാ പേപ്പറുകളും, അതായത് 5th സെമ്മിന്റെ മുഴുവൻ പേപ്പറുകളും അല്ലെങ്കിൽ 4th സെമ്മിന്റെ മുഴുവൻ പേപ്പറുകളും ഏത് സമ്മാനോ എഴുതിയിരിക്കുന്നത് അതിന്റെ മുഴുവൻ പേപ്പറുകളും കട്ടുകയാണ്. ഞാൻ ചോദിക്കുന്നത് തോന്നിയാ സൈന്യം. ഞാൻ അതിന്റെ അടിസ്ഥാനത്തിൽ കോടതിയിലേക്ക് പോയപ്പോ കോടതി എന്ന് പറഞ്ഞ് അത് തള്ളിക്കളഞ്ഞു. എന്നിട്ടോ ഓരോ സ്ഥാപനങ്ങൾക്കും ഫൈനും ഈടാക്കുന്ന സ്ഥിതിവിശേഷം. ഞങ്ങൾ കോടതി പോയി, കോടതി പറഞ്ഞു ഇങ്ങനെ ഒരു ഫൈൻ ഉണ്ടോ, ഏതെങ്കിലും ഒന്നല്ലാതെ 4-5 ഫൈനുകളോ. ഞാൻ ചോദിക്കുന്നത്, റാങ്ക് നേടാൻ സാധ്യതയുള്ള ഇത് 4 സെമസ്റ്ററിലും റാങ്ക് നേടിയ കുട്ടി ആരോ നോക്കി എഴുതി എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടിയെ ഈ മാൽ പ്രാക്ടീസിൽ ഉൾപ്പെടുത്തി ആ കുട്ടിയെ റാങ്ക് നഷ്ടപ്പെടുത്തുന്നത് മാത്രമല്ല ആ കുട്ടിയുടെ ജീവിതം നഷ്ടപ്പെടുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു കുട്ടി ആത്മഹത്യ, ഞാൻ VC-യോട് ചോദിച്ചിട്ടുണ്ട്, ഏതെങ്കിലും ഒരു കുട്ടി വൈസ് ചാൻസലർ എന്നതിൽ നിങ്ങളോട് ചോദിക്കട്ടെ, ആത്മഹത്യ ചെയ്താൽ ആരാണ് ഉത്തരവാദി? ഞങ്ങളാണോ? ബഹുമാനനായ VC, നിങ്ങൾ അഴിയണം എന്ന് ഞാൻ സൂചിപ്പിക്കുന്നത്. കാരണം ആ കുട്ടിയുടെ മനസ്സ് എങ്ങനെയാണ് നിങ്ങൾക്കറിയില്ല. നിങ്ങൾ ഇവിടെ ഇരുന്നു കൊണ്ട് ചിന്തിക്കുന്നതല്ല കുട്ടിയുടെ മനസ്സ്. റാങ്ക് നേടുന്ന കുട്ടിയുടെ ഭാവി തുലച്ച നിങ്ങൾക്ക് ശക്തമായ പോരാട്ടം നടത്തി ആ കുട്ടി ആത്മഹത്യ മുൻപിലേക്ക് പോയാൽ നിങ്ങൾ വൈസ് ചാൻസലറും രജിസ്ട്രാറും VC-യും ഒക്കെ അല്ലെങ്കിൽ പരീക്ഷാ കൺട്രോളും ഒക്കെ ജയിലിന്റെ അഴിയേണ്ടുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകും എന്ന് അവരോട് പറയുണ്ടായി. അപ്പൊ ഞങ്ങളോട് പറയുന്നറിയോ, പരീക്ഷയുടെ പ്രിൻസിപ്പൾമാരെല്ലാം തന്നെ കോപ്പി അടിക്കാൻ പെർമിഷൻ കൊടുക്കുന്നു എന്നുള്ളതാണ്. ഞാൻ ചോദിക്കട്ടെ വൈസ് ചാൻസലർ, നിങ്ങളും കുറെ കാലം ഇതിന്റെ പ്രിൻസിപ്പളൊക്കെ ആയ ഒരാളല്ലേ, നിങ്ങൾ ഞങ്ങളുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന അപമാനിക്കുന്ന രൂപത്തിലാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഈ നിലപാടുമായി മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല. ഈ നിലപാട് മാറ്റാത്ത സാഹചര്യം വരികയാണെങ്കിൽ ഞങ്ങൾ പറയട്ടെ, ഈ സമരത്തിന്റെ ഗതി മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകും എന്ന് സൂചിപ്പിക്കുകയാണ്. ഞാൻ ദീർഘമായി സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. പ്രിയങ്കരായ നല്ലവരായ ജീവനക്കാരോട് എനിക്ക് പറയാൻ, ഇവിടെ നിങ്ങൾ ഞാൻ ഇന്നലെ അങ്ങാടിപ്പുഴ കൂത്തോറമ്പ് MES കോളേജിൽ പോയി, ഞങ്ങൾ ഇന്നലെ മഞ്ചേശ്വരം ഗാൻസ കോളേജിൽ പോയി. എത്ര ദൂരം ഉണ്ടെന്ന് കാറിൽ, ഇന്നോവ കാറിൽ ഓടിയിട്ട് പോലും 5-6 മണിക്കൂർ ഓടേണ്ട സ്ഥിതിവിശേഷം. അങ്ങനെയുള്ള ജീവനക്കാരാണ് നിങ്ങളെല്ലാം. നിങ്ങൾ അവിടെ നിന്ന് ഇവിടെ എത്തിയാൽ ഇവിടെ ഗേറ്റ് അടച്ചിരിക്കുകയാണ്, ഇപ്പൊ അടച്ചിരിക്കുന്നു, പക്ഷെ ധർണ അതുകൊണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് പോയി സ്ലിപ്പ് വാങ്ങി എവിടെയാ പോണ്ടെന്ന് പറഞ്ഞ് പോണ്ട് തെറ്റിപ്പോയാൽ പിന്നെ അത് മാറ്റി പറയാൻ വേണ്ടി പറയും. പിന്നെ അവിടെ നിന്ന് ഒരു കളിയാണ്. അത് കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോ ഇവർ തടയും. ഇതാ ഈ ഗേറ്റ് മേമാർ തടയും, നിങ്ങളെ തടയും. എവിടെയാ പോണ്ടേ എന്ന് വെച്ച് 3 മണി വരെ തടയും. എന്നിട്ട് അതിന്റെ ഉള്ളിൽ കയറിയാലോ ആരാ അവിടെ ഇരിക്കല്? എത്രയോ ഇന്നലെ ഡോൺ ബോസ്കോയുടെ ബഹുമാനനായ മാനേജർ പറയുണ്ടായി, എത്രയോ തവണ അവിടെയുള്ള SO കരഞ്ഞു വന്ന കരഞ്ഞു വരുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. ഒരു സീറ്റിൽ ഇരുന്നാൽ രാവിലെ അവർ വരും, പിന്നെ അവർ പോണെങ്കിൽ അടുത്തടുത്തിരിക്കുന്നവർക്ക് അവർ എവിടെ പോയി എന്ന് പോലും അറിയാൻ വേണ്ടി കഴിയാതെ അവർ തിരിച്ചു പോകും. അപ്പം നാളെ വരുമ്പോ അവരുണ്ടാവില്ല, ഒന്നിക്കൽ സൂപ്രണ്ട് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ക്ലർക്ക് ഉണ്ടാവില്ല, അല്ലെങ്കിൽ PVC ഉണ്ടാവില്ല, അല്ലെങ്കിൽ രജിസ്ട്രാർ ഉണ്ടാവില്ല. സർവോപരി നമ്മളെ വൈസ് ചാൻസലർ 4 മാസങ്ങൾക്ക് ഒരിക്കൽ ഫയൽ നോക്കുകയും ചെയ്യും. ഇത് എങ്ങനെയാണ് നമ്മുടെ അവസ്ഥാവിശേഷം? എന്തൊരു ദുര്യോഗമാണിത്! ഈ ദുര്യോഗം മാറ്റിയെടുക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. ഈ ദുര്യോഗം ഞങ്ങൾക്ക് അറിയാത്തത് കൊണ്ടല്ല, പക്ഷേ ഒരു സംയമനത്തിന്റെ ഭാഗമായി മുന്നോട്ട് പോകുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് കടലാസിൽ എഴുതി വെക്കുന്ന നിയമങ്ങൾ മാത്രം നോക്കി
ഈ കണ്ണൂർ സർവകലാശാലയെ കൊണ്ടുപോവാമെന്നാണ് കൊച്ചിയിൽ വരുന്ന വൈസി ആഗ്രഹിക്കുന്നെങ്കിൽ അത് ഈ കണ്ണൂർ സർവകലാശാലയുടെ കീഴിൽ നടക്കില്ല എന്ന് സൂചിപ്പിക്കുന്നു. ഞങ്ങൾ ആൺകുട്ടികളെന്ന് പറയട്ടെ, ഞങ്ങൾ വളരെ ധൈര്യപൂർവ്വം പറയാണ്, ഒരാളെ പോലും നിയമത്തിന്റെ നൂലാമാലകളിൽ നിന്നും ഇത് മാറ്റിയെടുക്കാനുള്ള സാഹചര്യം നിങ്ങളുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് ഇതൊരു സൂചന മാത്രമായി നിങ്ങൾ കാണുക. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. പരീക്ഷ, ഞാൻ ചോദിക്കുന്നത്, പരീക്ഷ ഡ്യൂട്ടിക്ക് വരുന്നവരാണ് നിങ്ങൾ. FIUGP നടത്തിയതിന് ശേഷം 1, 3, 5 നിങ്ങൾ കോളേജുകൾ നടക്കും. എത്രയോ ബുദ്ധിമുട്ടാണ്, ഞാനത് പലപ്പോഴും കാണലുണ്ട്. എത്രയോ ബുദ്ധിമുട്ടാണ്. നേരത്തെ നമ്മുടെ ജീവനക്കാർ പറയും ഇതിനേക്കാളും നല്ലത് യൂണിവേഴ്സിറ്റി തന്നെ നടക്കുന്നതാണ്. അവർ കൈയും വെച്ചുകൊണ്ട് പൈസ വാങ്ങി പോക്കറ്റിലിടുക, എന്നിട്ട് കുട്ടികളോട് വലിയ പൈസ വാങ്ങുക. ഒരു ദിവസം തെന്നിപ്പോയാൽ സൂപ്പർ ഫൈൻ, അതിന്റെ അപ്പുറം ഇല്ലെങ്കിൽ അതിനേക്കാളും ഫൈൻ, എല്ലാം അടച്ച് പൈസയും വാങ്ങി നമ്മളെ പാവങ്ങളായവരോട് എന്നിട്ടോ ക്വസ്റ്റ്യൻ പേപ്പർ അയക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ നേരെ കോളേജിലേക്ക്. ഞങ്ങളാണ് എന്തെല്ലോ ഒരുക്കി വെക്കണം. കാരണം ഫോട്ടോസ്റ്റാറ്റ്, സ്കാനിങ്, മറ്റത് മറിച്ചതല്ല. പിന്നെ CCTV, അത് കഴിഞ്ഞിട്ടോ CCTV പോരാത്തതുകൊണ്ട് അതിന് 3 മാസം നിൽക്കുന്ന അതിന്റെ വേറെ ഇൻസ്ട്രുമെന്റ് എല്ലാം വെക്കണം. എന്നിട്ടോ പൈസ നമുക്ക് കിട്ടുന്നില്ല. നിങ്ങൾ പണിയെടുക്കുന്ന FIUGPന്റെ പൈസ VC പറയാണോ പോലും കൊടുക്കണ്ട. VC പറയാ പോലും കൊടുക്കണ്ട. കൊടുക്കില്ലെങ്കിൽ വാങ്ങാൻ ഞങ്ങൾക്കറിയാം, കൊടുക്കുന്നില്ലെങ്കിൽ വാങ്ങാൻ ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് അത് നിർബന്ധമായും കൊടുക്കണം. പാവങ്ങളാണ്, ഇവർക്കൊന്നും ശമ്പളം വരെ ഇങ്ങനെ കിട്ടുന്നില്ല. നെറ്റ് ക്വാളിഫൈഡിനെ കുറിച്ചാണ് ഇവർ പറയുന്നത്. ഞാൻ VCയോട് ചോദിച്ചു, നിങ്ങളൊരു കാര്യം ചെയ്യും, ഒരു ബാങ്ക്, അക്കാഡമിക് ബാങ്ക് തുടങ്ങി, അല്ലെങ്കിൽ ടീച്ചേഴ്സ് ബാങ്ക് തുടങ്ങി, ഇതിന് നെറ്റ് ഉള്ളവരെ നിങ്ങൾ കൊണ്ടുപോകാം. കഴിഞ്ഞ തവണ ബഹുമാനനായ ഗോപിനാഥ് ഇതേപോലെ അർത്ഥം വന്നപ്പോൾ ഞാൻ ഡൽഹിയിൽ നിന്ന് കുറെ ആളെ കൊണ്ടുവരാന്ന് പറഞ്ഞു. അവസാനം അദ്ദേഹം ഡൽഹിയിലേക്ക് തിരിച്ചു പോയി. അയാൾ ആളെ കൊണ്ടുവന്നില്ല. അദ്ദേഹം തന്നെ ഡൽഹിയിലേക്ക് പോകുന്ന അവസ്ഥാവിശേഷമാണ്. അദ്ദേഹത്തിന് ആളെ കൊണ്ടുവരാൻ കഴിയില്ല. അദ്ദേഹം ഇപ്പം പറയാതെ, നിങ്ങൾ അതൊന്നും എനിക്കറിയില്ല, എനിക്ക് തോന്നിയാണ് ഞാൻ IHRD നിങ്ങൾ പോയപ്പോ അവരോട് പറഞ്ഞോളൂ, ഇത് പൂട്ടിക്കോ. എല്ലാവരോടും അദ്ദേഹത്തിന്റെ ഒറ്റ വാക്കുള്ളൂ, പൂട്ടിക്കോ. വേറെ വർത്താനായിട്ട് പൂട്ടാനല്ലല്ലോ ഞങ്ങൾ തുടങ്ങി. നിങ്ങളെ പൂട്ടാനാണ് നമ്മൾ തീരുമാനിച്ചത്. ഞങ്ങൾ പറയാം, നിങ്ങളുടെ ഭാഗത്ത് ഒരുപാട് പോരായ്മകളുടെ VC, നിങ്ങൾ വളഞ്ഞ വഴിയിലൂട്ടിയാണ് വന്നിരിക്കുന്നത്. ഞാൻ സെനറ്റ് മെമ്പർ എന്നിൽ പറയട്ടെ, സെർച്ച് കമ്മിറ്റി നിങ്ങൾ തെരഞ്ഞെടുത്തിട്ടില്ല, അതിനുള്ള ഗവർണർ നിങ്ങൾ തെരഞ്ഞെടുത്തിട്ടില്ല. നിങ്ങൾ കുസാറ്റിലെ വൈസ് ചാൻസലർ, കുസാറ്റിലെ ഒരു ജീവനക്കാരനാണ്. നിങ്ങൾക്ക് താൽക്കാലികമായ ജോലിയാണ് ഇവിടെയുള്ളത്. നിങ്ങൾ വളഞ്ഞ വഴിയാണ്. നിങ്ങൾ വളഞ്ഞ വഴിയിലൂട്ട് വന്ന ഞങ്ങൾ വളഞ്ഞ വഴിയിലേക്ക് നിങ്ങൾ മാറ്റി വെക്കരുത്. ഞങ്ങൾ നേരായ മാർഗത്തിലൂടെ പോകുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറയട്ടെ, നിങ്ങൾ ഒരുപാട് കഥകൾ, ബഹുമാനനായ ബാലകൃഷ്ണൻ ഇവിടെയുണ്ട്, ഒരുപാട് ഹിഡൻ അജണ്ടകളും അദ്ദേഹത്തിന്റെ എല്ലാ കഥകളും ഞങ്ങൾക്കറിയാം. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഒരാളെ വ്യക്തിപരമായി ആക്ഷേപിക്കേണ്ടതല്ല. ഞങ്ങൾക്ക് വിജിലൻസ് കേസ് കൊടുക്കാൻ ഞങ്ങൾക്കറിയാം. നിങ്ങളുടെ യോഗ്യതയെ കുറിച്ച് ഞങ്ങൾക്ക് സംസാരിക്കാൻ അറിയാം. നിങ്ങളുടെ ഇവിടുത്തെ വരുത്തും പോക്കുന്നതിനെ കുറിച്ച് ഞങ്ങൾക്കറിയാം. നിങ്ങളുടെ വാഹനോപയോഗത്തെ കുറിച്ച് ഞങ്ങൾക്കറിയാം. എല്ലാം ഞങ്ങൾക്കറിയാം. പക്ഷേ ആ കളിയൊന്നും തുടങ്ങാനായിട്ടില്ല. ഞങ്ങൾ രാഷ്ട്രീയക്കാരാണ്. ഞങ്ങൾക്കെല്ലാ കളിയെക്കുറിച്ചും നല്ല പോലെ അറിയാം. അതുകൊണ്ട് അതിലേക്ക് പോകണ്ട. അക്കാഡമിക് രംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങൾ അക്കാഡമിക് മേഖലയെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് സാമൂഹ്യപരമായ ഒരു പ്രതിബദ്ധത വേണം. ഇവർക്കൊക്കെ ജോലി, ഈ ജോലി നിങ്ങൾ കൊടുക്കുമോ? ഞങ്ങൾക്കൊറ്റ ചോദ്യമേ ഉള്ളൂ. ബഹുമാനനായ VC പറയാണ്, എല്ലാവരും പിരിച്ചുവിട്ടോ, ഈ ജീവനക്കാരെയൊക്കെ പിരിച്ചുവിട്ടോ, എന്നിട്ട് പുതിയ ആളെടുക്കണം എന്ന് പറയാണ്. ശരി, പിരിച്ചുവിട്ടാൽ ഈ പാവങ്ങൾക്ക് ഇപ്പൊ തൊഴിലുറപ്പ് പദ്ധതി പോലും കിട്ടൂല. അതിൽ പോലും ഇപ്പം അതിന്റെ പ്രായം കഴിഞ്ഞിരിക്കുകയാണ്. 2018 മുമ്പ് നിയമിച്ച ആൾക്കാരാണ് ഇവരൊക്കെ. അപ്പൊ സ്വാഭാവികമായും ഇനി ഒരു നെറ്റ് എടുത്തുകൊണ്ട് അതിലേക്ക് പോകാൻ കഴിയില്ല. ഞങ്ങൾ മാനുഷികമായ പരിഗണന കൊണ്ടാണ്. എത്രയോ കുടുംബങ്ങൾ ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും ഈ സാക്ഷ്യ കോളേജിലെ ജീവനം കൊണ്ട് അല്ലെങ്കിൽ ശമ്പളം കൊണ്ട് നിങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. നിങ്ങൾക്ക് മക്കൾക്ക് ഒരു മിഠായി വാങ്ങാനെങ്കിലും ഇതുകൊണ്ട് ഉപകരിക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ. പക്ഷേ ആ മിഠായി വാങ്ങിത്തരാനെങ്കിലും ബഹുമാനനായ VC നിങ്ങളൊരു ജോലി കൊടുക്കുമോ? ഒരു ജോലി കൊടുക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ താന്ന ഡോൺ ബോസ്കോയുടെ ഇവിടെ കോഴ്സിനെ കുറിച്ചൊക്കെ പറയാനുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഡോൺ ബോസ്കോയിൽ പോയിട്ട് ബഹുമാനായ VC തന്നെ ഒരു പരിപാടിക്ക് വിളിച്ചപ്പോ അവിടെ നിന്ന് പറഞ്ഞവര് നിങ്ങൾ പുതിയ കോഴ്സ് തുടങ്ങിക്കോ. ആ പാവങ്ങൾ നിഷ്കളങ്കരായ അവിടുത്തെ ഡോൺ ബോസ്കോയിലെ ഫാദർ അവരെല്ലാം കൂടി കോഴ്സ് തുടങ്ങി അഡ്മിഷൻ എടുത്ത് 18 കുട്ടികൾ. ഞങ്ങൾ ഇന്നലെ പോയപ്പോൾ ഞങ്ങൾക്ക് അനുഭവം ഉണ്ടായ അവർ കരച്ചിലാണ്. 18 കുട്ടികൾ അഡ്മിഷൻ എടുത്തോട്ട് കൊണ്ടുവന്നപ്പം പറ്റൂല. ആരാ പറഞ്ഞത് തുടങ്ങാൻ? VC രജിസ്ട്രാറും. അങ്ങനെ തുടങ്ങി സിലബസ് പാസ്സാക്കണം. സിലബസും പാസ്സാക്കി.
അങ്ങനെ അവസാനം കുട്ടികളെടുത്ത പെരുവിലായി. ഇവർ മൂന്നാളും കൂടി VC-യും രജിസ്ട്രാറും അതുപോലെ PVC-യും നമ്മുടെ പരീക്ഷാ കൺട്രോളറും കൂടിയൊക്കെ പറഞ്ഞു പോലെ ഒരു കാര്യം ചെയ്യും, ഇക്കൊല്ലം നിങ്ങൾ പ്രൈവറ്റിലേക്ക് ചേർക്ക്. അങ്ങനെ ആ പാവങ്ങൾ പ്രൈവറ്റിൽ ചേർത്ത് അവരുമായി ആലോചിച്ച് കുട്ടികളെ ആലോചിച്ച് രക്ഷിതാക്കൾ വിളിച്ച് ഞങ്ങൾ നിങ്ങളവിടെ ചേർന്നില്ല, ഇനി പൈസ അടക്കാനില്ല. അങ്ങനെ പ്രൈവറ്റിന്റെ പൈസയും കൂടി അവർ അടച്ച് എന്നിട്ട് പറഞ്ഞു ഒരു സെക്കൻഡ് സെമിലേക്ക് നിങ്ങളെ മാറ്റാം. ആരാ പറയുന്നത്? ജീവനക്കാരല്ല, വൈസ് ചാൻസലർ രജിസ്ട്രാറാ പറയുന്നത്. ഈ റൂമിന്റെ ഉള്ളിൽ എന്നിട്ട് പോയി അവർ ചേർത്തപ്പോൾ പറയുന്ന കത്ത് വന്ന് ഇയാൾ അറിയാതെ ഇയാൾ അറിഞ്ഞിട്ടോ വന്ന് അങ്ങനെ സെക്കൻഡ് സെമ്മിൽ പ്രൈവറ്റ് ആൾക്കാർ FIUGP-യിലില്ല, അതുകൊണ്ട് ചേർക്കാൻ പറ്റൂല. ഇവർ കോടതി പോയാൽ പറഞ്ഞ് യൂണിവേഴ്സിറ്റി ഭാഗത്ത് തെറ്റ്, അതുകൊണ്ട് അടിയന്തരമായും അഫിലിയേഷൻ കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ കോടതി പറഞ്ഞ വീണ്ടും കമ്മീഷൻ വെച്ചപ്പോൾ കമ്മീഷൻ പറഞ്ഞ് 5 ലക്ഷം രൂപ പിഴ അടക്കണം. ആരോട് പറയുന്നു? ഡോൺ ബോസ്കോ. ചെയ്ത തെറ്റിവറാണ്, ഇത് 5 ലക്ഷം രൂപ. VC-നോട് ചോദിച്ചു പറഞ്ഞു, VC പറഞ്ഞു പോലും ആ പൈസ തിരിച്ചു തരാം. അങ്ങനെ പാവങ്ങൾ ഞാനാണെങ്കിൽ വേറെ വഴി നോക്കട്ടിരുന്നു. ആ പാവം ആ അച്ഛന്മാർ എന്താ ചെയ്യുന്നത്? പൈസ അടിച്ചു ഇയാളെ വിശ്വാസത്തിൽ. ഇനി ഞാൻ നെറ്റമ്മയോട് വന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു പോലും തിരിച്ചു തരാൻ കഴിയില്ല, പൈസയില്ല. അതുപോലെ തന്നെ കുട്ടികളെ പെരുമാറി പിന്നെ ഇവിടുത്തെ ഇവർ പറഞ്ഞ് പിന്നെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി അത് ഒന്നും അല്ലാണ്ട് അവസ്ഥാവിശേഷം. അങ്ങനെ ഒരു വല്ലാത്ത വിഷമത്തിലും പ്രയാസത്തിലും അവരെയാണ്. ഇത് നിങ്ങൾ അവിടെ മാത്രം അനുഭവമല്ല, എല്ലാ കോളേജുകളിലും ഇവർ ചെയ്യുന്നത്. രജിസ്ട്രാർക്ക് എന്തെങ്കിലും വിവരമുണ്ടോ? അയാൾ പറയുന്ന പ്രിൻസിപ്പൾമാർക്ക് ആർക്ക് യോഗ്യതയില്ല. ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിച്ചു. നിങ്ങൾ ആർക്കാണ് യോഗ്യതയില്ല എന്ന് പറയുന്നത്? നിങ്ങളുടെ നിയമം അനുസരിച്ചുകൊണ്ട് യോഗ്യത ഞങ്ങളുടെ മുമ്പിലുണ്ട്. അതിന് കണക്കായിട്ട് ഓതാൻ അല്ലെങ്കിൽ അവർക്ക് ചിങ്കിട് പാടാൻ കുറെ ജീവനക്കാർ ഇവിടെയുണ്ട്. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലിസ്റ്റ് തന്നാൽ ആ ലിസ്റ്റിൽ ആരാണ് യോഗ്യത ഇല്ലാത്തവർ ഞങ്ങൾ കാണട്ടെ. തരാൻ കൂട്ടാക്കിയില്ല. ഇവർ പേപ്പർ തരൂല. ഇവർ മെയിൻ പരിപാടി പേപ്പർ തരാതിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങൾ പറയട്ടെ, അങ്ങനെ ജീവനക്കാർ ആരെങ്കിലും കണ്ടിട്ട് അവർ ഏറാൻ മൂളികളായി തീർന്നാൽ നിങ്ങൾ പറയണം, നാളെ VC ഇവിടുന്ന് പോകും, നാളെ രജിസ്ട്രാർ ഇവിടുന്ന് പോകും. പക്ഷെ ജീവനക്കാരെന്നില്ല, നിങ്ങൾക്ക് 18 വയസ്സ് വരെ നിൽക്കേണ്ടവരാണ്. അതുകൊണ്ട് നിങ്ങൾ അവരെ കണ്ട് കളിക്കേണ്ട. ഈ കളി നിങ്ങൾ ആപത്താണ്. കാരണം വളരെ വളരെ ഭയാനകരമായ സ്ഥിതിവിശേഷം നിങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ആ VC-യും രജിസ്ട്രാറും പറയുന്നത് ചാടി അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിച്ചാൽ പുതിയ VC വരുമ്പോ നിങ്ങളെ ഇരുത്തേണ്ടിടത്ത് ഇരുത്താൻ ഞങ്ങൾക്കറിയാം. പുതിയ രജിസ്ട്രാർ വരുമ്പോ നിങ്ങൾ എവിടെ ഇരുത്തണമെന്ന് നിങ്ങൾക്ക് നല്ല പോലെ അറിയാം. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബാക്കി കാര്യങ്ങളൊക്കെ ബാലകൃഷ്ണൻ മേയറും ഒക്കെ സൂചിപ്പിക്കും എന്ന് പറയാം. അതുകൊണ്ട് ഈ സമരം ഇത് ജീവനക്കാർക്ക് വേണ്ടിയുള്ള സമരമാണ്. ഈ സമരം വിദ്യാർത്ഥികൾക്ക് വേണ്ടി സമരമാണ്. ഞങ്ങൾ പറയട്ടെ, ബഹുമാനായ VC-യോട് പറയട്ടെ, നിങ്ങൾ അഫിലിയേഷൻ റദ്ദാക്കിയ ഞങ്ങൾ VC-യോട് മോത്തോക്കി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ആട് ഫാം ആ കോളേജല്ല ആ കെട്ടിടത്തിൽ ഞങ്ങൾ ആട് ഫാം തുടങ്ങും. ബിസിനസ് എന്ന നിലയിൽ ഞങ്ങൾ ചിലപ്പോൾ ഇന്ത്യക്കാർക്ക് താമസിക്കാൻ കൊടുക്കും. പക്ഷെ ഞങ്ങൾക്കൊരു നഷ്ടമില്ല. പക്ഷെ പാപങ്ങളായ നിഷ്കളങ്കരായ നിസ്വാർത്ഥരായ ഈ ജീവനക്കാർ പഴിയിലാവുന്നത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. ഞങ്ങൾ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഈ സമൂഹത്തോട് ബാധ്യതയുള്ള ഒരു വ്യക്തികൾ എന്ന നിലയിൽ ഞങ്ങൾ അവരോട് കടപ്പെട്ടിരിക്കുകയാണ്. ഏതറ്റം വരെയും നിങ്ങളുടെ ജീവിതം നന്നാക്കിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടം ഞങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് മാത്രം സൂചിപ്പിക്കാം. അതുകൊണ്ട് തന്നെ ഇതിനെ നല്ല നിലയിൽ കൊണ്ടുപോകാൻ ഇനിയും നിങ്ങളുടെ സഹകരണം ആവശ്യമാണ്, സഹായം ആവശ്യമാണ്. നിങ്ങൾ എല്ലാവിധ പിന്തുണയും വേണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. തുടർന്ന് അങ്ങോട്ടും നിങ്ങൾ ഉണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബഹുമാനായ ബാലകൃഷ്ണൻ പെരിയ, പ്രമുഖ പത്രപ്രവർത്തകനും നമ്മുടെയൊക്കെ പ്രിയങ്കരനും കൊച്ചിയിലെ ഏറ്റവും പ്രശസ്തനായ പത്രപ്രവർത്തകനും കൂടിയായ ബാലകൃഷ്ണൻ പെരിയ നിങ്ങൾ അഭിസംബോധന ചെയ്യും. അദ്ദേഹത്തെ ആദരവ് എത്രയും ബഹുമാന്യനും കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ എൻ്റെ സതീർത്ഥ്യനുമായിരുന്ന ശ്രീ MPA റഹീം, ഈ യോഗത്തിന്റെ അധ്യക്ഷൻ, ഈ ധർണാ സമരത്തിൽ പങ്കെടുക്കുന്ന വിവിധ കോളേജുകളെ പ്രതിനിധാനം ചെയ്യുന്ന മാനേജ്മെന്റ് പ്രതിനിധികൾ, ദീർഘദൂരം സഞ്ചരിച്ച് ഈ ധർണയുടെ പ്രാധാന്യം മനസ്സിലാക്കി ഇവിടെ ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠരും പ്രിയപ്പെട്ടവരുമായ അധ്യാപകമാർ, മറ്റ് പ്രിയപ്പെട്ടവര്, അതിവൈകാരികയാണ് നിങ്ങൾ എല്ലാവരും ഈ സമരത്തിൽ പങ്കെടുക്കുന്നത് എന്നറിയാം.
നേരത്തെ റഹീം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന നിരവധിയായിട്ടുള്ള കുടുംബങ്ങളുടെ പ്രതിനിധികളാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന അധ്യാപകർ. തൊഴിലിടങ്ങൾ തേടിയുള്ള വലിയ യാത്രയിൽ അധ്യാപനം ഏറ്റവും ശ്രേഷ്ഠമായ ജോലി. ആ ജോലി തിരഞ്ഞെടുത്ത ആളുകളാണ് എൻ്റെ മുമ്പിലിരിക്കുന്നവർ. നിങ്ങൾ ചൂഷണം ചെയ്യപ്പെടുകയും നിങ്ങൾ വല്ലാത്ത രീതിയിൽ ആക്രമിക്കപ്പെടുകയും ചെയ്യുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് റഹീമിന്റെ നേതൃത്വത്തിൽ, ഈ സംഘടനയുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരു ധർണാ സമരം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ റഹീം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം എനിക്ക് വ്യക്തമായി. ഈ സമരത്തിനെല്ലാം കാരണബോധനായിട്ടുള്ള വില്ലൻ എന്ന് പറയുന്നത് ഈ കണ്ണൂർ സർവകലാശാലയുടെ വൈസ് ചാൻസലറാണ്. ഇവിടെ അർദ്ധരാത്രിയിൽ ഒരു കുട്ട എല്ലാ ദിവസവും നിവരാറുണ്ട്. കാരണം നമ്മൾ ഒരു പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ട്, അല്പന് അധികാരം കിട്ടിയാൽ അർദ്ധരാത്രിക്ക് കുട പിടിക്കും എന്ന്. ഒരല്പനാണ് ഈ കണ്ണൂർ സർവകലാശാലയുടെ ഒരല്പനാണ് ഈ കണ്ണൂർ സർവകലാശാലയുടെ വൈസ് ചാൻസലറായി ഇവിടെ ഈ കണ്ണൂർ സർവകലാശാലയുടെ വൈസ് ചാൻസലറായി ഇരിക്കുന്നത്. 1996 കാസർഗോഡ്, കണ്ണൂർ, വയനാട് ജില്ലയുടെ പകുതി ഭാഗം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ കണ്ണൂർ സർവകലാശാല നിലവിൽ വന്നത്. ഇതിന്റെ മോട്ടോ തമസോമ ജ്യോതിർഗമയ എന്നാണ്. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ഈ നാടിനെ ഉയർത്തുക എന്ന് പറയുന്ന ഏറ്റവും ശ്രേഷ്ഠമായ മുദ്രാവാക്യമാണ് ഇതിന്റെ മഹിതമായ ലക്ഷ്യം. പക്ഷേ വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് ഈ നാടിനെ മാറ്റാൻ നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും ബുദ്ധിഹീനനായ ഒരു മനുഷ്യൻ ഈ കണ്ണൂർ സർവകലാശാലയുടെ വൈസ് ചാൻസലർ പദവിയിലിരിക്കുന്നു എന്നുള്ളത് ഈ സർവകലാശാലയ്ക്ക് മാത്രമല്ല, ഈ മലബാറിന് തന്നെ നേരിട്ടിരിക്കുന്ന ഏറ്റവും വലിയ അപമാനമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഞാൻ ആലോചിക്കുന്നത്, ഞാൻ അദ്ദേഹത്തെ കുറിച്ച് ഒരുപാട് കഥകൾ വായിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ കണ്ടത് അദ്ദേഹം ഏറ്റവും വലിയ ഒരു മൃഗസ്നേഹിയാണ്. മൃഗസ്നേഹി എന്ന് പറഞ്ഞാൽ എല്ലാ മൃഗങ്ങളെയും സ്നേഹിക്കില്ല. അദ്ദേഹം പട്ടികളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ഒരു വൈസ് ചാൻസലറാണ്. പക്ഷെ പട്ടിയെ സ്നേഹിക്കുന്ന വൈസ് ചാൻസലറോട് പറയാനുള്ളത്, സ്നേഹിച്ചോളൂ, പക്ഷേ അതേ ജന്മമായി മാറാതിരിക്കാനെങ്കിലും താങ്കൾ ഇവിടെ ശ്രമിക്കണം എന്നുള്ളതാണ്. ആ പട്ടിയെ സ്നേഹിക്കുന്ന ഒരു വൈസ് ചാൻസലർക്ക് മനുഷ്യനെ സ്നേഹിക്കാനുള്ള വിദ്യ അതെന്താണ് എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഗതികേടിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഞാനിന്ന് ഈ ധർണയിൽ പങ്കെടുക്കാൻ വേണ്ടി വരുമ്പോ ഞാൻ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്തു, എന്താ ഇദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻസ്, എന്താണ് ഇതിന്റെ ക്വാളിറ്റി എന്നൊക്കെ നോക്കി. അപ്പൊ പണ്ടൊക്കെ നമ്മൾ വൈസ് ചാൻസലർമാരെ നിയോഗിക്കുമ്പോ അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിലെ സമഗ്ര സംഭാവനകളെ മാനിച്ചിട്ടാണ് നമ്മൾ സർവകലാശാലയെ വൈസ് ചാൻസലർ ആക്കിയിട്ടുള്ളത്. കേരളം കണ്ട വായനയുടെ ഏറ്റവും ശ്രേഷ്ഠമായ സംസാരത്തിന്റെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ വിചക്ഷണത്തിന്റെ മറുകര താണ്ടിയ ഡോക്ടർ സുകുമാർ അഴീക്കോടിനെ പോലുള്ള ആളുകൾ ഇരുന്ന കസേരയാണ് കേരളത്തിലെ കാലിക്കറ്റ് സർവകലാശാലയുടെ വൈസ് ചാൻസലർ പദവി എന്ന് പറയുന്നത്. സർ CP രാമസ്വാമി അയ്യരെ പോലുള്ള രാജപദവി കൈകാര്യം ചെയ്ത ആളുകൾ കൈകാര്യം ചെയ്തിട്ടുള്ള പദവിയാണ് കേരളത്തിന്റെ വൈസ് ചാൻസലർ പദവി എന്ന് പറയുന്നത്. അങ്ങനെ ഏറ്റവും ശ്രേഷ്ഠരായ ആളുകൾ ഇരുന്ന കസേരയിൽ അദ്ദേഹം സ്നേഹിക്കുന്ന മൃഗത്തിന് തുല്യമായിട്ടുള്ള ഒരു മനുഷ്യൻ ഈ കണ്ണൂർ സർവകലാശാലയിൽ ഇരിക്കുന്നു എന്ന് പറയുന്നത് ഈ നാടിന് ആപത്താണ്. അദ്ദേഹം ഈ പദവിയിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു പോവുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹത്തിന് പുച്ഛമാണ്. നിങ്ങൾ ആരെങ്കിലും ഒന്ന് ഫോൺ ചെയ്ത് സംസാരിക്കണം. ആ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പുച്ഛമാണ്. മലബാറിലെ ജനങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും നികൃഷ്ടരായ ജീവികളായി കാണുകയാണ് ഈ വൈസ് ചാൻസലർ. ഞാൻ ചോദിക്കുന്നത്, എന്താ ഈ വൈസ് ചാൻസലറുടെ ക്വാളിറ്റി, എന്താ ഇദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ?
അദ്ദേഹം M.Tech ബിരുദധാരിയാണ്. പക്ഷെ കേരളത്തിലെ ഈ കണ്ണൂർ സർവകലാശാലയിലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലെ വിദ്യാർത്ഥികളോട്, അവിടുത്തെ അധ്യാപകരോട് ഏറ്റവും മോശമായ പെരുമാറ്റമാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. ഒരു രാജകാലഘട്ടത്തിൽ ഒരു രാജാവ് പോലും കാണിക്കാത്ത സിംഹാസന പദവിയാണ് ഈ കണ്ണൂർ സർവകലാശാലയുടെ കസേരയിലിരുന്ന് അദ്ദേഹം നടത്തുന്നത്. ഇവിടെ പേപ്പർ വാല്യുവേഷൻ വരുന്ന അധ്യാപികമാർ, അവരുടെ ശമ്പളം, അവർക്കൊരു പേപ്പർ അത് എക്സാം ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര പണം കൊടുക്കണം എന്നുണ്ട്. ആ പണം കൊടുക്കാൻ ഈ സർവകലാശാലയുടെ വൈസ് ചാൻസലർ തയ്യാറാവുന്നില്ല. എന്ന് പറഞ്ഞാൽ എന്താ? പാവപ്പെട്ടവന്റെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരാൻ ഡോക്ടർ സാജു നിങ്ങൾ ശ്രമിച്ചാൽ ആ കൈകളെ മാറ്റാനുള്ള ശക്തി ഈ മേഖലയിലെ അധ്യാപകർക്കും മാനേജ്മെന്റിനുമുണ്ട് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. നിങ്ങൾ എന്താ കാണിക്കുന്നത്? എത്ര ദിവസമാണ് ഈ കണ്ണൂർ സർവകലാശാലയിൽ അങ്ങ് ജോലി ചെയ്യുന്നത്? അങ്ങ് എറണാകുളത്താണ് താമസിക്കുന്നത്. ആ എറണാകുളത്ത് നിന്ന് നേരത്തെ റഹീം സൂചിപ്പിച്ചതുപോലെ വന്ദേ ഭാരതിൽ വന്ന് വന്ദേ ഭാരതിൽ പോകുന്ന സുഖസമാനമായ ജീവിതത്തിന് ഉടമയായിട്ടുള്ള ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഇടവേളകളിൽ മാത്രം പാഞ്ഞു വന്ന് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള സകല ഫ്രസ്ട്രേഷൻ, അദ്ദേഹത്തിന് നിരവധി ഫ്രസ്ട്രേഷൻ ഉണ്ട്, ഞാൻ വ്യക്തിപരമായ ആക്ഷേപത്തിന് മുതിരുന്നില്ല, ആ ഫ്രസ്ട്രേഷൻ മുഴുവൻ തീർക്കാൻ അദ്ദേഹം കണ്ടിട്ടുള്ള ആളുകളുടെ പേരാണ് ഈ മലബാറിലെ കണ്ണൂർ സർവകലാശാലയിലെ സെൽഫ് ഫിനാൻസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന കോളേജുകൾ എന്ന് പറയുന്നത്. എന്തേ അഫിലിയേഷൻ പുതുക്കി നൽകാത്തത്? വൈസ് ചാൻസലറുടെ തറവാട്ട് സ്വത്താണോ അഫിലിയേഷൻ? എന്താ താൽക്കാലിക അഫിലിയേഷൻ എന്ന് പറഞ്ഞാൽ? നാളെ നാക് അക്രഡിറ്റേഷൻ ഉൾപ്പെടെയുള്ള അക്രഡിറ്റേഷൻ വരുമ്പോ, UGCയുടെ പ്രധാനപ്പെട്ട അനുബന്ധ കാര്യങ്ങൾ വരുമ്പോ അത് പെർമനന്റ് ആവും. പക്ഷെ ആ പെർമനന്റ് ആകുന്നതിന് മുൻപുള്ള ഓരോ വർഷവും നിർബന്ധമായും ഈ അക്രഡിറ്റേഷൻ പുതുക്കി നൽകണം. ഈ മേഖലയെ തകർക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. എന്താ നിങ്ങൾ കരുതിയത്? ഇവിടെ അക്രഡിറ്റേഷൻ പുതുക്കാത്ത ഒരു സ്ഥാപനം മുന്നോട്ട് പോകുമ്പോ എങ്ങനെയാ ആ കുട്ടികൾ പരീക്ഷ എഴുതുന്നത്? എങ്ങനെയാണ് ആ കുട്ടികളെ പരീക്ഷയ്ക്ക് വേണ്ടി ആപ്ലിക്കേഷൻ നിങ്ങൾ വിളിക്കുന്നത്? ആ ആപ്ലിക്കേഷൻ വിളിച്ച കുട്ടികളോട് എങ്ങനെയാണ് നിങ്ങൾ പരീക്ഷാ ഫീസ് കളക്ട് ചെയ്യുന്നത്? എന്തൊരു വിരോധാഭാസമാണ് ഈ വൈസ് ചാൻസലർ ഇവിടെ നടത്തുന്നത്. ഇവിടെ നാക് അക്രഡിറ്റേഷൻ കൂടാതെ അദ്ദേഹം പറയുന്ന കാര്യം എന്താ? നെറ്റില്ലാത്തവർ അധ്യാപകൻ ആകാൻ പാടില്ല. ഈ നാണം കെട്ട വൈസ് ചാൻസലർക്ക് അറിയോ ഈ കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിൽ എത്ര നെറ്റ് അഫിലിയേറ്റഡ് ആയിട്ടുള്ള, നെറ്റ് അഫിലിയേഷൻ കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ അക്രഡിറ്റേഷൻ കിട്ടിയിട്ടുള്ള അധ്യാപകരുണ്ടെന്ന്? അവർ മുഴുവൻ വന്നാലും ഇവിടുത്തെ സെൽഫ് ഫിനാൻസ് കോളേജുകളിലെ അധ്യാപകരാകാൻ തികയില്ല VC. അതെങ്കിലും മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം നിങ്ങൾക്ക് ഉണ്ടാവേണ്ടേ? എങ്ങനെയാ സെൽഫ് ഫിനാൻസ് കോളേജുകൾ ഇവിടെ ഉണ്ടായത്? നിരവധി സാമുദായിക സംഘടനകൾ, നിരവധി കൂട്ടായ്മകൾ, ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ കഴിയാതെ പാരലൽ കോളേജുകളിൽ അധ്യാപകരായിരുന്ന ആളുകൾ കൂട്ടം ചേർന്നുണ്ടാക്കിയതാണ് ഇവിടുത്തെ സെൽഫ് ഫിനാൻസിംഗ് കോളേജുകൾ എന്ന് പറയുന്നത്. ആ കോളേജുകളിലേക്ക് VC ഒരു യാത്ര നടത്തണം. ആ കോളേജുകളെ കുറിച്ച് പഠിക്കാൻ VC തയ്യാറാവണം. അത് തയ്യാറാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും താൻ നടത്തിയത് ഒരു വിദ്യാഭ്യാസ തീർത്ഥാടന യാത്രയാണ് എന്ന്. അത്രമേൽ ശ്രേഷ്ഠമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന സ്ഥാപനങ്ങളാണ്. എന്താ നിങ്ങൾ കൊടുക്കുന്ന ഈ അധ്യാപകർക്കുള്ള ശമ്പളം? ഏത് വർഷത്തിൽ ഫിക്സ് ചെയ്ത ശമ്പളമാണ്? ഏത് വർഷത്തിൽ ഫിക്സ് ചെയ്ത ഫീസാണ് സെൽഫ് ഫിനാൻസിംഗ് മേഖലയിലെ കുട്ടികളോട് മാനേജ്മെന്റ് കളക്ട് ചെയ്യുന്നത്? ഈ സിംഹാസന സദൃശ്യമായ കസേരയിൽ ഇരുന്ന് VC തങ്ങൾ വാങ്ങിക്കുന്ന ശമ്പളം എത്രയാണ്? ആ ശമ്പളത്തിന് തതുല്യമായ ജോലി ചെയ്യാൻ അങ്ങക്ക് എപ്പോഴെങ്കിലും സാധിച്ചിട്ടുണ്ടോ? കണ്ണൂർ സർവകലാശാലയുടെ VC പദവിയിലേക്ക് വന്നതിന് ശേഷം എന്ത് കോൺട്രിബ്യൂഷനാണ് ഈ സർവകലാശാലയ്ക്ക് അങ്ങ് നൽകിയിട്ടുള്ളത്? എനിക്കറിയാം നിങ്ങളുടെ ലക്ഷ്യം എന്താ. നിങ്ങളുടെ ലക്ഷ്യം മറ്റൊന്നാണ്. ഇവിടെ യൂണിവേഴ്സിറ്റികളിൽ കുട്ടികൾ പഠിക്കാൻ പാടില്ല. നമ്മുടെ കുട്ടികൾ കർണാടകയിലേക്ക് പോകണം, നമ്മുടെ കുട്ടികൾ ഹൈദരാബാദിലേക്ക് പോകണം, നമ്മുടെ കുട്ടികൾ തെലങ്കാനയിലേക്ക് പോകണം, നമ്മുടെ കുട്ടികൾ മറ്റു രാജ്യങ്ങളിലേക്ക് പോകണം. അങ്ങനെ നമ്മുടെ കുട്ടികളെ ഇല്ലായ്മ ചെയ്യുന്ന അത്തരം ഏജന്റുമാരുടെ ഏജന്റായി ഈ കണ്ണൂർ സർവകലാശാലയുടെ VC പ്രവർത്തിക്കുന്നു എന്ന് ഞാൻ ആരോപിച്ചാൽ അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ അങ്ങേക്ക് സാധിക്കില്ല. അതുകൊണ്ട് ഒറ്റ കാര്യം മാത്രമേ അങ്ങയോട് സൂചിപ്പിക്കാനുള്ളൂ. അങ്ങയുടെ വിദ്യാഭ്യാസ യോഗ്യത ഞങ്ങൾക്കറിയാം.
ഒരു എംടെക്കുകാരൻ അല്ലെങ്കിൽ ഒരു PhD ഹോൾഡർ മാത്രമായിട്ടുള്ള ഒരാൾ എങ്ങനെയാ സർവകലാശാലയുടെ വൈസ് ചാൻസലർ പദവിയിലേക്ക് വന്നത്? നിങ്ങളെ 5 അംഗ കമ്മിറ്റി നിങ്ങളെ തീരുമാനിച്ചിട്ടുണ്ടോ? ഈ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടോ? നിങ്ങൾ എങ്ങനെയാ ഗവർണറെ സ്വാധീനിച്ചത്? ആ ഗവർണറെ സ്വാധീനിച്ചത് VC ആകാൻ നിങ്ങൾ ഉപയോഗിച്ച മാർഗം, ആ മാർഗം ഈ പൊതുസമൂഹത്തോട് ഞങ്ങൾ വിളിച്ചു പറയും. ഞങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകരുടെ ജീവിതത്തിൽ കല്ലിടാൻ ശ്രമിച്ചാൽ, അവരുടെ ചോറിൽ മണ്ണ് വാരിയിടാൻ ശ്രമിച്ചാൽ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഹൃദയരക്തമായി പ്രവർത്തിക്കുന്ന ഈ നാട്ടിലെ വിദ്യാർത്ഥികൾ മറ്റു വിദ്യാഭ്യാസ മേഖലകളിൽ ഒന്നും തൊഴിൽ നേടാൻ സാഹചര്യമില്ലാതെ കഷ്ടപ്പെടുന്ന വിദ്യാർത്ഥികൾ, ആ വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടിയ സെൽഫ് ഫിനാൻസിംഗ് സ്ഥാപനങ്ങൾ, സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആ സ്ഥാപനങ്ങളെ തകർക്കാൻ ഏത് കൊമ്പത്തെ VC ശ്രമിച്ചാലും ആ VCയുടെ കൊമ്പ് കുത്തിക്കാൻ ഇവിടത്തെ ഈ സംഘടനയ്ക്ക് സാധിക്കും എന്ന് പ്രഖ്യാപിക്കാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ്. ഇവിടെ ഇതിനകത്ത് VC ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇന്ന് അന്താരാഷ്ട്ര VCമാരുടെ, നാഷണൽ ലെവലിലുള്ള VCമാരുടെ സമ്മേളനമാണ്. തൊട്ടടുത്ത ക്യാമ്പസിലാണ് അല്ലെ, മാങ്ങാട്ടുപറമ്പിലുള്ള ക്യാമ്പസിൽ കേരളത്തിലെ മുഴുവൻ VCമാരുടെയും ഇന്ത്യയിലെ മുഴുവൻ VCമാരുടെയും യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കുക. ഞാൻ ചോദിക്കുന്നത്, ഒരു സ്റ്റേജിൽ വന്ന് നിന്ന് ഒരു VC അല്ലേ, 2 അക്ഷരം നേരെ ചൊവ്വെ സംസാരിക്കാൻ, ഒരു പ്രഭാഷണം നടത്താൻ, 2 വാക്കുകളെ കുട്ടികളെ ഇൻസ്പയർ ചെയ്യുന്ന രീതിയിൽ സംസാരിക്കാൻ ഈ വൈസ് ചാൻസലറെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. അതിനൊന്നും അദ്ദേഹത്തിന് പറ്റില്ല. ഗൂഢമായ ചിന്തകൾ, ഗൂഢമായ ലക്ഷ്യം, ഗൂഢമായ മാർഗം, ഗൂഢമായ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം, അതിലേക്ക് കടന്നു പോകുന്ന ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. ഒരു രീതിയിലുള്ള ക്വാളിറ്റിയും വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവാത്മകമായ പരിവർത്തനം നടത്തുന്ന കാര്യത്തിൽ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിക്കില്ല. അദ്ദേഹത്തിന് കൃത്യമായ ചില ലക്ഷ്യങ്ങളുണ്ട്, അജണ്ടകളുണ്ട്. പക്ഷെ അദ്ദേഹത്തോട് ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ, അങ്ങ് താൽക്കാലിക VCയാണ്. ഒരു ദിവസം കിട്ടിയിരിക്കുന്ന ഒരു പദവിയുണ്ട്. ആ പദവിയിൽ നിന്ന് ഈ ലോകത്തെ ആകെ മാറ്റിമറിക്കാൻ, ഈ നാടിനെ ആകെ മാറ്റിമറിക്കാൻ, ഈ നാടിന്റെ വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥയെ പരിഹരിക്കാൻ അങ്ങേക്ക് സാധിച്ചിരുന്നുവെങ്കിൽ നാളെ അങ്ങ് ഈ സ്ഥാപനത്തിൽ നിന്ന് റിട്ടയർമെന്റ് വാങ്ങിച്ച് പുറത്തേക്ക് പോകുമ്പോ ഇവിടെ പുഷ്പം വിരിച്ച് നമ്മൾ അദ്ദേഹത്തിന് യാത്രയയപ്പ് നൽകുമായിരുന്നു. ഇന്ന് നിങ്ങൾ കല്ലേറ് വാങ്ങാൻ കാത്തിരിക്കുന്ന വൈസ് ചാൻസലറാണ്. അത്രമേൽ നികൃഷ്ടമായ പ്രവർത്തനമാണ് അങ്ങ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഒരാൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്ന് എന്താ അദ്ദേഹത്തിന്റെ പെരുമാറ്റ രീതി, എന്താ അദ്ദേഹം സംസാരിക്കുന്നത്? ശ്രീ YA റഹീം അദ്ദേഹത്തെ കാണാൻ വന്നു. ഞാൻ വരുമ്പോ അദ്ദേഹത്തോട് വിളിച്ച് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞെന്താ അറിയോ? YA റഹീം ഇനി മേലാൽ എന്നെ കാണാൻ വരരുത് എന്നാണ്. മിസ്റ്റർ VC, നിങ്ങൾ 1000 വട്ടം ഇവിടെ വന്നു പോയാലും അതിന്റെ 10,000 ഇരട്ടി ശക്തിയോടെ YA റഹീം ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഇവിടെ വന്നുകൊണ്ടേയിരിക്കും. ശ്രീ MP റഹീം ഇവിടെ വന്നുകൊണ്ടേയിരിക്കും. അദ്ദേഹത്തെ തടുക്കാൻ നിങ്ങൾക്കാവില്ല. കാരണം അദ്ദേഹം മഹത്തായ ഒരു പ്രസ്ഥാനത്തെ പ്രതിനിധാനം ചെയ്യുന്ന ആളാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. വ്യക്തിപരമായി അദ്ദേഹത്തെ വലിച്ചു കീറാനുള്ള നിരവധി സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്റെ കയ്യിലുണ്ട്. തൽക്കാലത്തേക്ക് നമ്മൾ മാറ്റിവെക്കുകയാണ്, മറ്റൊരു യോഗം വരെ. ഇപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിന്റെ തീരുമാനത്തിൽ സമൂലമായ മാറ്റങ്ങൾ ഉണ്ടാവണം. ഇല്ലാത്തൊരു ഘട്ടം വന്നാൽ, നേരത്തെ റഹീം ഇവിടെ സൂചിപ്പിച്ചതുപോലെ, ഇവിടത്തെ എല്ലാ കോളേജുകളും അടച്ചുപൂട്ടിയാലും, ഇവിടത്തെ കോളേജുകൾ ആട് ഫാമുകളാക്കിയാലും കോഴി ഫാമുകളാക്കിയാലും സന്ധിയില്ലാത്ത പോരാട്ടം ഈ ധിക്കാരപൂർണമായ സമീപനം സ്വീകരിക്കുന്ന VCക്കെതിരെ ഞങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ കോളേജുകൾക്ക് അഫിലിയേഷൻ നൽകണം. അതിനാവശ്യമായിട്ടുള്ള നടപടികൾ നിങ്ങൾ സ്വീകരിക്കണം. ഇവിടുത്തെ പാവപ്പെട്ട അധ്യാപകന്മാർ അവർക്ക് നൽകാനുള്ള ഫീസുകൾ അത് കൃത്യമായി നിങ്ങൾ നൽകണം. അവരുടെ റെമ്യൂണറേഷൻ അത് യൂണിവേഴ്സിറ്റി നിശ്ചയിച്ചിട്ടുണ്ട്. ആ റെമ്യൂണറേഷൻ നിങ്ങൾ നൽകണം. എല്ലാ സ്ഥാപനങ്ങളും നെറ്റ് ക്വാളിഫൈഡ് എന്ന് പറയുന്ന അസംബന്ധ നാടകം, 2ാം തുഗ്ലക്ക് പരിഷ്കാരം, അത് അവസാനിപ്പിക്കാൻ ഡോക്ടർ സാജു തയ്യാറാവാത്ത ഒരു ഘട്ടത്തിൽ അങ്ങയ്ക്കെതിരെ അതിശക്തമായിട്ടുള്ള അതിസാഹസികമായിട്ടുള്ള ജനകീയ പോരാട്ടവുമായി ഞങ്ങൾ മുന്നോട്ട് വരും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരം ഒരു തുടക്കമായി കരുതണം. നിങ്ങളുടെ എല്ലാം ഹൃദയത്തിൽ ഒരു വലിയ തീനാളം കത്തി ഉയരണം. ആ കത്തി ഉയരുന്ന തീനാളം എന്ന് പറയുന്നത് ഇത്രയും ധിക്കാരിയായ ഒരു വൈസ് ചാൻസലറുടെ തീരുമാനങ്ങൾക്കെതിരെയാണ്.
ആ സ്നേഹാഗതിയിൽ ഈ വിസിയുടെ തീരുമാനങ്ങൾ വെന്തരിയണം ഈ യൂണിവേഴ്സിറ്റിയുടെ അകത്തളങ്ങളിൽ. അതിനു വേണ്ടിയിട്ടുള്ള നാളുകളിലെ പോരാട്ടങ്ങളിൽ അതിന്റെ ഏറ്റവും വലിയ പോരാളികളായി, അതിന്റെ ഏറ്റവും വലിയ ധീരരായ മുന്നണി പോരാളികളായി എന്റെ പ്രിയപ്പെട്ട വിദ്യാഭ്യാസ മേഖലയിലെ ശ്രേഷ്ഠമായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന അധ്യാപികമാർ ഒരുമിച്ച് ചേരണം, മറ്റു മാനേജ്മെന്റിന്റെ പ്രതിനിധികൾ ഒരുമിച്ച് ചേരണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ തീരുമാനങ്ങൾ മാറ്റുന്നതുവരെ നമുക്ക് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം. നമ്മുടെ ഈ ധർണ, ഇതിന്റെ മാർച്ച് നമ്മളെ നോർത്ത് മലബാർ ചേംബർ ഓഫ് കോമേഴ്സിന്റെ പ്രസിഡന്റ്, ബഹുമാനായ പ്രസിഡന്റ് സച്ചിൻ സാറാണ് ഫ്ലാഗ് ഓഫ് ചെയ്തത്. ബഹുമാനായ നമ്മുടെ ബാലകൃഷ്ണൻ SM കോളേജിന്റെ പെരിയ കോളേജിലെ പ്രതിനിധി കൂടിയാണ്. ബഹുമാനിയായ മേയർ അഡ്വക്കേറ്റ് ഇന്ദിര അടിയന്തര വളരെ പെട്ടെന്ന് ഇവിടെ എത്തിച്ചേരും. ബഹുമാനായ നമ്മുടെ വഖഫ് ബോർഡ് മെമ്പർ, കേരള സംസ്ഥാന വഖഫ് ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് PV സൈനുദ്ദീൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ പ്രസംഗിക്കാൻ വേണ്ടി ആദരവും ക്ഷണിക്കാം. ബഹുമാനപ്പെട്ട ഈ സമര മുഖത്തിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന MP റഹീം വളരെ വിശാലമായി ഈ സമരത്തിൻ്റെ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് വളരെ സുദീർഘമായി സംസാരിച്ച പ്രിയപ്പെട്ട പെരിയ ബാലകൃഷ്ണൻ, അധ്യാപകരെ, മാനേജ്മെന്റിന്റെ പ്രതിനിധികൾ, വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, ഇന്ന് ഈ യൂണിവേഴ്സിറ്റി കവാടത്തിന് മുമ്പിൽ വളരെ ബൃഹത്തായ ലക്ഷ്യങ്ങളുമായി, മുദ്രാവാക്യങ്ങളുമായി വിദ്യാഭ്യാസ രംഗത്ത് ചലനാത്മകമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മാനേജ്മെന്റിന്റെ, അധ്യാപകരുടെ, വിദ്യാർത്ഥികളുടെ പ്രതിനിധികൾ ഒത്തുചേർന്നിരിക്കുകയാണ്. ഈ ജാഥ ഉയർത്തുന്ന, ഈ സമരം ഉയർത്തുന്ന മുദ്രാവാക്യം വളരെ പ്രധാനമായി സ്വാശ്രയ കോളേജുകളുടെ അഫിലിയേഷൻ, അതോടൊപ്പം തന്നെ അധ്യാപകരുടെ പദവി സംബന്ധിച്ച വിഷയങ്ങൾ, വിദ്യാർത്ഥികളുടെ ഫീസ് സംബന്ധിച്ച വിഷയങ്ങൾ, ഇതൊക്കെ ഒരു യൂണിവേഴ്സിറ്റിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിൽ, അകത്തളങ്ങളിൽ ന്യായമായി, മാന്യമായി, രചനാത്മകമായി, ഫലപ്രദമായി പരിഹരിക്കാൻ കഴിയുന്ന സ്ഥിതിവിശേഷമുണ്ടാകണം. ഇവിടെ പറഞ്ഞു കേട്ട വർത്തമാനങ്ങൾ കേട്ടാൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി വളരെ പ്രതീക്ഷയോടെ, വളരെ ആകാംക്ഷയോടെ ജനിച്ച ഒരു കുഞ്ഞാണ്. ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ കേരള യൂണിവേഴ്സിറ്റി മാത്രം ഉണ്ടായിരുന്ന കാലഘട്ടത്തിലാണ് കോത്താരി കമ്മീഷൻ റിപ്പോർട്ടിന്റെ ബലത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പിറക്കുന്നത്. പിന്നീട് കേരളത്തിലെമ്പാടും കേരളത്തിലെ മക്കൾ, സാക്ഷര കേരളത്തിലെ ഈ ഭൂമി മലയാളത്തിലെ കുട്ടികൾ കർണാടകയിലേക്ക്, തമിഴ്നാട്ടിലേക്ക്, മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കടന്നു പോകുന്നതിന് പകരം 50-50 എന്ന് പറഞ്ഞ മുദ്രാവാക്യത്തോടു കൂടി കേരളത്തിൽ സ്വാശ്രയ കോളേജുകൾ പിറക്കുകയായി. അങ്ങനെ കോളേജുകളൊക്കെ വന്നപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി വളരെ പ്രതീക്ഷയോടെ ജനിച്ച കുഞ്ഞാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി. ഒരുപക്ഷെ പെരിയ പ്രസംഗിച്ച കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇവിടെ കണ്ണൂർ യൂണിവേഴ്സിറ്റി എന്ന ഈ സ്ഥാപനത്തിന്റെ തലക്കെട്ട് മാറ്റി ടോർച്ചർ മ്യൂസിയം എന്ന് എഴുതി വെക്കലാണ് ഏറ്റവും നന്നാവുക എന്ന് എനിക്ക് തോന്നിയാണ്. അങ്ങനെ വിദ്യാർത്ഥികളെ, അധ്യാപകരെ, മാനേജ്മെന്റിനെ പീഡിപ്പിക്കുന്ന ഒരു കേന്ദ്രത്തിന് സബ് ജയിൽ എന്ന് എഴുതുന്നതിനേക്കാൾ നല്ലത് ടോർച്ചർ മ്യൂസിയം എന്ന് എഴുതി വെച്ചാൽ. ഇവിടെ VC കുറിച്ച് പറഞ്ഞു. നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് പുതിയ മാറ്റം എന്ന് പറഞ്ഞത് VCയുടെ യോഗ്യത ഒക്കെ പറഞ്ഞു. ഞാനൊരു 10-25 കൊല്ലമായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇസ്ലാമിക് ചെയറിന്റെ മെമ്പറാണ്. പണ്ടൊരു VC കാലിക്കറ്റിൽ നിന്ന് പോകുമ്പോൾ അതിന്റെ കവാടത്തിൽ തന്റെ കാൽപ്പാടുകൾ സിമെന്റിൽ പതിക്കാൻ നോക്കി. അന്ന് ഇതുപോലെ യൂണിവേഴ്സിറ്റി മുഖത്തൊരു സമരം ഉണ്ടായിരുന്നു. അങ്ങനെ കാൽപ്പാട് സിമെന്റിൽ പതിച്ചിട്ട് പോകാൻ ഒരു VC ആഗ്രഹിച്ചു പോയി. അദ്ദേഹം ചെയ്ത ക്രൂരതകൾക്ക് കയ്യും കണക്കും ഉണ്ടായിട്ടില്ല. അവസാനം ഇതുപോലെ സമരമുഖം വന്നപ്പോൾ സിമെന്റ് കൊണ്ട് തേച്ചിട്ട് നാട് വിട്ട് ഒളിച്ചോടിപ്പോയ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അനുഭവം കണ്ണൂരിലുണ്ട്. ഞാനിത് പറഞ്ഞത് VCയുടെ നിയമനം ഇത്തവണ പത്രം വായിച്ചാൽ നിങ്ങൾക്കറിയാം. ആർലോക്കർജി വിത്തിട്ട, ഞാൻ അങ്ങനെ പറഞ്ഞ ആരിഫ് മുഹമ്മദ് ഖാൻ തുടങ്ങി അവസാനം ആർലോക്കർജി വിത്തിട്ട VC നിയമനം എന്ന് പറഞ്ഞത് യോഗ്യതയൊന്നും അല്ല മാനദണ്ഡം. അങ്ങനെ ഒരു VC വന്ന് ഇവിടുത്തെ വിദ്യാർത്ഥികളെ, അധ്യാപകരെ ഒക്കെ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിച്ചാൽ ഇവിടെ ചൂണ്ടിക്കാണിച്ചത് ഇതൊരു ടോക്കൺ സ്ട്രൈക്കാണ്. ഈ സ്ട്രൈക്ക് നിങ്ങൾ ആലോചിക്കേണ്ട 80-ലധികം കോളേജുകൾ ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ, കണ്ണൂർ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞത് കാസർഗോഡ്, കണ്ണൂർ, വയനാട് ജില്ലയിൽ ആകെ ഈ സ്ഥാപനങ്ങളുടെ എണ്ണം പരിമിതപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ യൂണിവേഴ്സിറ്റി മരിച്ചു പോകും. യൂണിവേഴ്സിറ്റി തന്നെ ഉണ്ടാവില്ല. ഇപ്പൊ നിങ്ങൾക്കറിയാം, വിവിധ കോളേജുകളുടെ പരിശോധിക്കുന്നിടത്ത് എത്രയോ സബ്ജക്റ്റുകൾ ഒഴിവായി പോവുകയാണ്. കോളേജുകൾ, സ്വാശ്രയ കോളേജ് മാത്രമല്ല മറ്റ് കോളേജുകളുടെ സ്ഥിതി അങ്ങനെയാണ്. നമ്മുടെ രാജ്യത്തെ കുട്ടികൾ പഠിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ഈ സംവിധാനത്തെ ദുർബലമാക്കാൻ, ബലഹീനമാക്കാൻ, ക്ഷീണിപ്പിക്കാൻ ആര് തന്നെ ശ്രമിച്ചാലും
കണ്ണൂര് വിപ്ലവത്തിന്റെ പോരാട്ടമുള്ള മണ്ണ് എന്നുള്ളതൊക്കെ ഈ മണ്ണിൽ വെച്ച് പറയുന്നു. അത്തരം VC-മാരെ നാട് കടത്തുന്ന പണി ഈ രാജ്യത്തിലെ അധ്യാപകരും വിദ്യാർത്ഥികളും മാനേജ്മെന്റ് എടുക്കേണ്ടി വരും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഈ രാജ്യത്ത് എന്താ സംഭവിക്കുന്നത്. നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ ഏറ്റവും വലിയ ബുദ്ധിശാലിയായിരുന്നു MN വിജയൻ മാഷ്. വിജയൻ മാഷ് പണ്ട് പറഞ്ഞത് എന്തറിയോ, ശത്രുക്കൾ ഇല്ലാതെ മരിച്ചു പോകും. ശത്രുക്കളില്ലാതെ മരിച്ചു പോകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ജീവിതത്തിൽ ഒന്നും ചെയ്യാതെ പോയില്ല. അപ്പൊ നമുക്കൊരു ശത്രു ഇപ്പൊ ഉണ്ടായിട്ടുണ്ട്. VC നമുക്കൊരു ശത്രു ഉണ്ടായിട്ടുണ്ട്. ആ ശത്രു നമ്മൾ ജീവനോടെ നിലനിർത്തിയാൽ നമ്മുടെ പോരാട്ടങ്ങളുടെ വിജയത്തിന്റെ പതാക ഇതുപോലെ ചുമലിലെത്തി ഈ കണ്ണൂർ പട്ടണത്തിലൂടെ നമുക്ക് ജാഥ നടത്താൻ കഴിയും. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട്, ഇവിടെ രാജ്യത്ത് എന്ത് സംഭവ വികാസങ്ങൾ ഉണ്ടായി. വിദ്യാഭ്യാസ രംഗത്ത് സമൂലമായ മാറ്റമാണ്, പരിവർത്തനം. വാട്ട് ഈസ് മീൻ ബൈ എഡ്യൂക്കേഷൻ ഇസ് എ സെക്കൻഡ് ബർത്ത് ഓഫ് എ ചൈൽഡ്. ഒരു കുട്ടിയുടെ രണ്ടാം ജന്മമാണ്. അതാണ് സർവപ്പള്ളി രാധാകൃഷ്ണന്റെ നിർവചനം. ഒരു കുട്ടിയുടെ രണ്ടാം ജന്മമാണ്. ഈ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ കീഴിലുള്ള അഫിലിയേറ്റഡ് കോളേജുകളിൽ നിന്ന് കുട്ടികൾ പഠിച്ചാൽ അവര് ഭാവിയിൽ എന്തായാൽ നിങ്ങളൊന്ന് ആലോചിക്കണം. ഇവിടുന്ന് കുട്ടികൾ പുറത്തോട്ട് പോകണം. ഞാന് 2 ദിവസം കഴിഞ്ഞാൽ കാലിക്കറ്റ് VC ഡോക്ടർ KK കുറുപ്പ് വന്നിട്ട് ഈ യൂണിവേഴ്സിറ്റിയിലെ സാമൂഹ്യ ക്ഷേമകാര്യ അധ്യക്ഷയായിരുന്ന നഫീസ ബേബിക്ക് അവാർഡ് കൊടുക്കുന്നുണ്ട്. ഞാൻ ആ ചരിത്രം എടുത്ത് വരച്ചു നോക്കുമ്പോൾ ഈ ക്യാമ്പസാണ് മണിപ്പൂരിലെ കുട്ടികളെ സ്വാഗതം ചെയ്ത ക്യാമ്പസായിരുന്നു. മണിപ്പൂരിൽ കുക്കികളും മെയ്ത്തികളും തമ്മിൽ കുഴപ്പമുണ്ടായപ്പോ കുക്കി സ്റ്റുഡന്റ് അസോസിയേഷന്റെ കത്ത് വന്നപ്പോ ആ കത്ത് സ്വീകരിച്ച് മണിപ്പൂരിലെ മക്കളെ സ്വീകരിച്ച ക്യാമ്പസാണിത്. ആ ക്യാമ്പസിൽ നിന്ന്, ആ ക്യാമ്പസിന്റെ ചുറ്റുവട്ടിൽ നിന്ന് ഈ നാട്ടിന്റെ മക്കളെ ഓടിക്കാനാണ് ശ്രമമെങ്കിൽ അരുത് VC എന്ന് മാത്രമാണ് വിരൽ ചൂണ്ടി പറയാനുള്ളത്. അങ്ങനെ സൗഹൃദത്തിന്റെ മണ്ണായ ഒരു ക്യാമ്പസ് ആയത്. ആ ക്യാമ്പസിന്റെ അകത്ത് സ്വാഭാവികമായി നമ്മൾ നിർവഹിക്കേണ്ട ചില സംഗതികളുണ്ട്. ഇവിടെ ഒരു മൊറാലിറ്റി എന്ന് പറഞ്ഞ, ധാർമ്മികത എന്ന് പറഞ്ഞ, എല്ലാ രംഗത്തും ധാർമ്മികത വേണം. ഇപ്പൊ യൂണിവേഴ്സിറ്റിയിൽ ജോലിയുണ്ട്, ശമ്പളമുണ്ട്, ഉദ്യോഗസ്ഥർ എന്താ മനസ്സിലാക്കേണ്ടത്? എഫിലിയേഷൻ പോയാൽ, കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ കോളേജുകളുടെ എഫിലിയേഷൻ പോയാൽ അതിന്റെ റിസൾട്ട് നെഗറ്റീവാണ്. സ്വാഭാവികമായി ഈ മക്കൾ എവിടെ പഠിക്കും? ഈ ചോദ്യത്തിന് ഉത്തരം പറയണം. ഈ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് ഇവിടുത്തെ അധ്യാപകർ. 2018 ഇവരുണ്ടാക്കിയ, സർക്കാരുമായി ഉണ്ടാക്കിയ ഒരു കരാറിന്റെ ബലത്തിൽ അധ്യാപകന് ജോലി ചെയ്യുന്നുണ്ട്. അവർക്ക് അധിക യോഗ്യത എന്ന് പറഞ്ഞ് അവർക്ക് ജോലി നഷ്ടപ്പെടുത്തിയാൽ ആർക്ക് ജോലി കൊടുക്കാൻ കഴിയും? ആലോചിക്കേണ്ടത് ഒരുപാട് വിഷയങ്ങൾ ഇതിനകത്തുണ്ട്. വിദ്യാർത്ഥികളുടെ ഫീസ് ഇളവ്. ഇവിടെ വിദ്യാർത്ഥികൾ ഈ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പഠിക്കുന്നത് നിങ്ങൾ പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ, വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ കുട്ടികൾ കർണാടകയിലേക്ക്, തമിഴ്നാട്ടിലേക്ക്, ആന്ധ്രയിലേക്ക്, ഒറീസയിലേക്ക്, ഗുജറാത്തിലേക്ക്, മധ്യപ്രദേശിലേക്കൊക്കെ പോകുന്ന ഒരു അവസരം കേരളത്തിലുണ്ടാകും. കേരളം എന്ന് പറയുന്നത് നമ്മൾ പറയും എല്ലാറ്റിനും റോൾ മോഡലാണ്. നമ്മൾ റോൾ മോഡൽ എന്ന് പറഞ്ഞാൽ ആരോഗ്യ രംഗത്തെ റോൾ മോഡൽ. ഇപ്പൊ ആശുപത്രിയുടെ മുറ്റത്തുനിന്ന് ആള് മരിക്കുന്നത്. നമ്മൾ പലതിനും റോൾ മോഡൽ എന്ന് പറയും. യൂണിവേഴ്സിറ്റികളുടെ അകത്തളങ്ങളിലുള്ള കഥകൾ നമുക്കറിയാഞ്ഞിട്ടില്ല. ഇവിടെ പെരിയ ചൂണ്ടിക്കാണിച്ചത്. അതുകൊണ്ട് ഒരു കാര്യം വളരെ വ്യക്തമായി പറയുന്നത്, നമ്മൾ വിദ്യാഭ്യാസ രംഗത്ത് സമൂലമായ മാറ്റം, അനിവാര്യമായ മാറ്റം ഉണ്ടാക്കിയതാണ് ഈ 50-50 എന്ന് പറഞ്ഞ സ്വാശ്രയ കോളേജുകൾ. ഇവർ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന മാനേജ്മെന്റ് സ്ഥാപനങ്ങൾ നടത്തി